ക്രിസ്ത്യാനികളെ നിങ്ങൾ കുന്തിരിക്കം സൂക്ഷിച്ചു വെച്ചോ എന്ന് പറഞ്ഞില്ലേ? കേരളത്തിലെ മുഴുവൻ മുസ്ലിം സമൂഹവും അങ്ങനെ പറയുമോ? ഇല്ല. പക്ഷെ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനവും കേരളത്തിൽ നടക്കുന്നു. എന്തുകൊണ്ട് അതിനെ നിഷേധിക്കുന്നില്ല? എന്തുകൊണ്ട് അതിനെ എതിർക്കുന്നില്ല? നമ്മളെല്ലാം ലവ് ജിഹാദിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സുപ്രീം കോടതിയുടെ കാര്യവും എല്ലാം പറഞ്ഞു. ഏത് കാര്യത്തിലാ? ഹാദിയയുടെ കാര്യത്തിൽ. എന്താ ഇന്ന് ഹാദിയയുടെ അവസ്ഥ? ഇന്ന് ഭാര്യയും ഭർത്താവായിട്ട് ജീവിക്കുന്നുണ്ടോ? ഹാദിയ എവിടെയാ? ഞാൻ കഴിഞ്ഞ ദിവസം കൂടി അദ്ദേഹത്തിന്റെ ആ സ്ത്രീയുടെ അച്ഛനെ കണ്ട് സംസാരിച്ചതാ. എനിക്ക് വിനുവിനോടൊരു അഭിപ്രായം പറയാനുണ്ട്. വിനു അടക്കം, ഫസൽ ഗഫൂർ അടക്കം, കാരശ്ശേരി മാഷ് അടക്കം കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല എന്ന് പറയുന്നവരെ തിരുവനന്തപുരത്ത് ആർഷ സമാജത്തിലേക്ക് ക്ഷണിക്കുക. ഞാൻ കൂടെ വരാം. 70 പെൺകുട്ടികൾ മതം മാറണം എന്ന് നിർബന്ധിച്ചു. ആര് നിർബന്ധിച്ചു? ക്രിമിനൽ അല്ല നിർബന്ധിച്ചത്, മതപണ്ഡിതന്മാർ. നിങ്ങൾ മതം മാറിയാൽ കല്യാണം കഴിപ്പിക്കാം. ഇന്ന പൊന്നാനിയിൽ വന്ന് 1 മാസം താമസിക്കണം. പൊന്നാനി മാത്രമല്ല, മഞ്ചേരിയിൽ വന്ന് താമസിക്കണം. നിങ്ങളുടെ കുടുംബക്കാരെ മുഴുവൻ നിങ്ങൾ വെറുക്കണം. നിങ്ങൾ അവരുടെ വിശ്വാസത്തെ എതിർക്കണം. 70 കുട്ടികൾ. നിങ്ങൾ ആരെങ്കിലും ഇതിനകത്ത് തയ്യാറാണെങ്കിൽ, കാണാത്ത കാര്യം അറിയില്ലെങ്കിൽ കാണാൻ ഞാൻ ക്ഷണിക്കുക. ഇതാണ് സത്യം. ലവ് ജിഹാദിന്റെ ആ വാക്ക് പറയുമ്പോൾ അത് സുപ്രീം കോടതി പറയും. അത് മാറ്റ്. കൺവർഷൻ ജിഹാദിന്റെ ഏറ്റവും ബെസ്റ്റ് ക്ലിയർ ആണ് ഈ വിഷയം.